സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സെഷനാണ് ഗ്ലോബൽ എക്സ്പോ എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ എക്സ്പോക്ക് 2 ദിവസം മുമ്പ് തുടക്കമായിട്ടുണ്ട് എങ്കിലും ഇന്നാണ് പുരുഷന്മാർക്ക് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഈ ഗ്ലോബൽ എക്സ്പോയിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒട്ടനവധി കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഗ്ലോബൽ എക്സ്പോയിലെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ എക്സ്പോയുടെ ആകെയുള്ളൊരു ടോട്ടൽ ഔട്ടിനെ പ്രേക്ഷകരിലേക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പൗലയിൽ ഇരിക്കുന്നത് നമ്മുടെ ട്രെൻഡിൻ്റെ ട്രെയിനേഴ്സാണ്. നിഷാദ് ക, കൺഗ്രാജുലേഷൻ. ആദ്യമായിട്ട് ട്രെൻഡിൻ്റെ നാഷണൽ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു വേദിയായിരിക്കും ഇത്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൽ തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് എക്സ്പോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ സമയമാകുന്നത് വരെ ഒരുപാട് ആളുകൾ വന്നുപോയി. 1000-ലധികം ആളുകൾ വന്നുപോയി. ചെറിയ കുട്ടികളും പിന്നെ അധ്യാപകർ, വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്, മദ്രസയിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ പവലയും കാണാൻ വേണ്ടി 1000-കണക്കിന് ആളുകൾ വന്നുപോയി. അവർക്ക് ഈ എക്സ്പോൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എക്സ്പോയിലേക്ക് കടത്തിവിടുന്നത്. അതാണ് നമ്മൾ ഈ ലോഞ്ചിൽ നടക്കുന്നത്. ഇവിടെ അവരെ വന്നിരുത്തി, അവരെ സ്വീകരിച്ച് അവരോട് എങ്ങനെയാണ് ഈ എക്സ്പോനെ നിങ്ങൾ കാണേണ്ടത്, ആദ്യം നമ്മളൊരു ഗോൾഡൻ അതിലൂടെ പോകുമ്പോൾ ഓരോ പവലയിലും വ്യത്യസ്തമായുള്ള അനുഭവങ്ങളാണ്. ചില സ്ഥലത്ത് നമുക്ക് വായിക്കാനായിരിക്കും, ചില സ്ഥലത്ത് അവർ പറയുന്നത് കേൾക്കാനായിരിക്കും, ചില സ്ഥലത്ത് നമുക്ക് പിന്നെ അനുഭവിക്കാനായിരിക്കും, ചില സ്ഥലത്ത് നമുക്ക് അത് ഫീൽ ചെയ്യാനുള്ള അവസരം. അപ്പോൾ ഓരോ ലോഞ്ചിൽ കയറുന്ന സമയത്ത്, ഓരോ പവലയിലും കയറുന്ന സമയത്തും അവരെന്താണ് അവിടെ നിന്ന് പിന്നെ ഉൾക്കൊള്ളേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഇവിടുന്ന് വിവരിച്ച ശേഷമാണ് അവിടെ വിടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാമെങ്കിൽ, എന്നാൽ ചെറിയ ആളുകൾ വീണ്ടും നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം അവർ എക്സ്പീരിയൻസ് ചെയ്തത് ഷെയർ ചെയ്തു. നിങ്ങൾ ആ ഒരു തുടക്കത്തിൽ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഫീഡ്ബാക്ക് തന്നിട്ടാണ് പല ആളുകളും പോയത്. വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ക്രൗഡ് ഉണ്ടാവും. ആളുകൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ഇപ്പോൾ തന്നെ പിന്നെ ഓഫ്ലൈനായിട്ടുള്ള, അതായത് ഓൺ സൈറ്റ് പാസിന് വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ നല്ലൊരു അനുഭവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ട്രെൻഡിൻ്റെ നാഷണൽ ഫെലോ ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലൊരു പിന്നെ സേവനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും സമ്മേളനവും ഇതുപോലെ ലക്ഷങ്ങൾ വരുന്ന ഒരു അനുഭവമായിരിക്കും. അതിൽ ഇനി എല്ലാവർക്കും പങ്കെടുക്കാനും എല്ലാവരും ഒരിക്കൽ കൂടി സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളോട് കൂടെ ട്രെൻഡിൻ്റെ മറ്റൊരു പ്രതിനിധിയോട് കൂടുന്നുണ്ട്. റാഷിദ് ഖാൻ, ഒരു കാണി എന്ന നിലയിൽ ഈ എക്സ്പോയെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എക്സ്പോ ഭയങ്കര എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഒരു A to Z എന്ന് പറയുന്നത് പോലെ ഒരു പുരാതനമായൊരു സമയം മുതൽ പൂർവികമായിട്ടുള്ള പണ്ഡിതന്മാർ കൊണ്ടുവന്ന സിസ്റ്റം മുതൽ ഇന്നത്തെ ഒരു ലോകത്തേക്ക് എങ്ങനെ വരുന്നു എന്നുള്ള അതിന് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാഴ്ചക്കാരെ കൂടെ ഇവിടെ കാണുന്നുണ്ട്. അവരുടെ മുഖത്തുള്ള ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടാവും. അത് എത്തരത്തിലാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്? ആളുകളെല്ലാവരും സമസ്തയുടെ ഒരു ഗ്ലോബൽ എക്സ്പോ നടക്കുന്നുള്ള രൂപത്തിൽ ഒരു വലിയൊരു പ്രതീക്ഷയിൽ വരുന്നുണ്ട്. അത് കിട്ടിയിട്ടുള്ള ഒരു പ്രതീതി അവരുടെ മുഖത്ത് നമുക്ക് പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. എക്സിബിഷൻ്റെ 1ാമത്തെ പവലിയനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. മറ്റു പവലിയനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് സുപ്രഭാതം ടീം വീണ്ടും വരുന്നതായിരിക്കും.